ഇപ്പോൾ സാരംഗ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, തൃശ്ശൂരിനെ സംബന്ധിച്ചിപ്പോൾ ഏത് നിയോജക മണ്ഡലത്തിലാണ് സാരംഗ് ഉള്ളത്? രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ കാണുന്നൊരു കാഴ്ച എന്താണ്? വോട്ടർമാർ കാര്യമായിട്ട് എത്തുന്നുണ്ടോ? ശരത്ത്, ഞാനിപ്പോൾ ഉള്ളത് കേരളവർമ്മ കോളേജിലാണ്. ഇവിടെ രാവിലെ തന്നെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യം 7 മണിക്ക് തന്നെ ഇത്തരത്തിൽ പോളിംഗ് ആരംഭിച്ചു. എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് മണലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് മാഷുണ്ട്. അദ്ദേഹം രാവിലെ തന്നെ ഏതാണ്ട് 7:22 സമയം അപ്പോൾ തന്നെ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് അദ്ദേഹം കുടുംബവുമായിട്ടാണ് എത്തിയത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ സംസാരിക്കുന്നുണ്ട്. ശരത്ത്, വളരെ നേരത്തെ തന്നെ എത്തി. മണലൂർ പോകണം, കേരളവർമ്മ കോളേജിലാണ് വോട്ട്, മണലൂർ പോകണം, അതുകൊണ്ട് നേരത്തെ എത്തി. ഇപ്പോൾ ഏതാണ്ട് 1 മാസത്തെ പ്രചരണമായിരുന്നു. എങ്ങനെയായിരുന്നു ആ 1 മാസ കാലത്തെ ഏതാണ്ട് ഒരു 23 ദിവസം മൊത്തത്തിലുള്ളൊരു പ്രചരണം, അതിൻ്റെ ഒരു ആവേശമൊക്കെ എങ്ങനെയായിരുന്നു? വളരെ ജനകീയമായിരുന്നു. എല്ലാ കേന്ദ്രങ്ങളിലും ധാരാളം ആൾക്കാർ വരലും, അതുപോലെ കടകളിലോ സ്ട്രീറ്റിലോ ഒക്കെ പോകുമ്പോൾ വളരെ അധികം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ജനകീയ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ തന്നെ എതിരുള്ളവരുണ്ട്, മറ്റൊന്നിച്ച് നിൽക്കുന്നവരുണ്ട്, അവരെല്ലാവരുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞു. വാസ്തവത്തിൽ അതൊരു ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന രീതിയിൽ തോന്നി, ആ രീതിയിലൊരു അക്കാഡമിക്സ് ഇതിൽ തോന്നി. പിന്നെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നമ്മളൊക്കെ അത് കണ്ടതാണ്, വാർത്ത ചെയ്തതാണ്. അപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? ജനാധിപത്യ വിരുദ്ധമായ ഒന്നും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. കാരണം ഇത് 5 വർഷം കൂടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയയാണ്. ഈ ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയയിലാണ് ജനാധിപത്യ കൃത്യമായിട്ട് ചർച്ച ചെയ്യുക. കക്ഷി രാഷ്ട്രീയവും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവണം. ആ വൈവിധ്യമാണ് ജനാധിപത്യത്തിന് അടിത്തറ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വൈവിധ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ അത് നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ആ വൈവിധ്യം നിലനിർത്താൻ, അതിൻ്റെ പരസ്പരമുള്ള ചർച്ചകൾ നിലനിർത്താൻ. അതല്ലാതെ ജനാധിപത്യ വിരുദ്ധമായി ചെയ്യുന്നതൊക്കെ ജനാധിപത്യത്തിനെതിരാണ്, ജനങ്ങൾക്കെതിരാണ്. ജനങ്ങളത് സഹിക്കില്ല എന്നാണ് എനിക്ക്. കാരണം ജനാധിപത്യ വിശ്വാസികളാണ്. തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായി ചെയ്യുന്ന ഒന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ശരത്ത്, മണലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രമാഷാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ നിലവിൽ നിരവധി ആളുകളാണ് ഈ കേരളവർമ്മ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പോളിംഗ് ആരംഭിച്ചു. അതിനു മുന്നോടി തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ്. ജില്ലയിലാകെ 25,32,715 വോട്ടർമാരാണ് ജില്ലയിലാകെയുള്ളത്. എന്തായാലും പോളിംഗ് ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശരി സാരംഗ്, തൃശ്ശൂരിൻ്റെ ഒരു പ്രാഥമിക വിവരങ്ങളാണ്. രാവിലെ 7 മണി മുതൽ എങ്ങനെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോഴാണ് മണലൂരിലെ LDF സ്ഥാനാർത്ഥി അദ്ദേഹത്തെ കണ്ടത്, രവീന്ദ്രമാഷിനെ കണ്ടത്. അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒരുപാട് മാനങ്ങളുണ്ട്. നമ്മൾ തൃശ്ശൂരിൽ തന്നെ ഒരുപാട് തരത്തിൽ അത് കണ്ടിരുന്നു. വലിയ 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 അപരമത വിദ്വേഷ പ്രചാരണമൊക്കെ നമ്മുടെ മുമ്പിലേക്കുണ്ടായി.